മഴമുകിൽ. രചന മീനു ദേവൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. രണ്ടും കൂടെ മനുഷ്യരുടെ ഉള്ള സ്വസ്ഥ കൂടെ കളയരുത്. അലി തന്നെ തലക്ക് തീ പിടിച്ചിരിക്കാൻ മനുഷ്യൻ. കിടന്നിരുന്ന ഋഷി എഴുന്നേറ്റ് ദേഷ്യത്തിൽ രണ്ടുപേരെയും നോക്കി. തീ പിടിച്ചെങ്കിൽ കുറച്ച് വെള്ളം എടുത്തൊഴിച്ച് അണക്ക്. അല്ലെങ്കിൽ ഫയർഫോഴ്സിനെ വിളിക്കാം. നല്ല പിന്നെ നീ ഇവിടെ കരഞ്ഞോണ്ടിരുന്ന വല്ലതും നടക്കുവോ? അവിടെ മോന്തക്കിട്ടൊന്ന് കൊടുത്തിട്ട് പൊക്കിക്കൊണ്ട് വന്നാ മതിയായിരുന്നു. പിന്നെ എന്ത് ചെയ്യണം? ഞാൻ പോയി വിളിച്ച അവള് വരും നീയല്ലേ പറഞ്ഞ്? എന്നിട്ട് അവള് വന്നോ? വന്നില്ലെങ്കിൽ നമ്മൾ തട്ടിക്കൊണ്ടുവരും. നമുക്ക് ഇന്ന് രാത്രി മതിലി ചാടാ, ഞങ്ങളില്ലേ കൂടെ. മനു ആത്മവിശ്വാസത്തോടെ അവർ രണ്ടാളെയും മാറി മാറി നോക്കി. ആ മതിൽ കണ്ടിട്ട് നിനക്കങ്ങനെ പറയാൻ തോന്നിയില്ല. നടക്കുന്ന വല്ല കാര്യം പറ മോനെ. ശ്രീ പറഞ്ഞു. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടത് ഒരുമിച്ചായിരുന്നു. മൂന്നാളും ഞെട്ടി മുഖത്തോട് മുഖം നോക്കി. സ്ത്രീ പോയി വാതിൽ തുറന്നു. മുന്നിലുള്ളവരെ കണ്ട് അത്ഭുതപ്പെട്ടു. മുത്തിയും മാതിയും. നീ എന്താണ് ചെറുക്കാൻ മനുഷ്യരെ കണ്ടിട്ടില്ലേ? വഴിയിൽ നിന്ന് മാറങ്ങോട്ട്. മുത്തി അവർ മാറ്റി അകത്തേക്ക് കയറി നേരെ ഋഷിയുടെ അടുത്തേക്ക് ചെന്നു. ശ്രീ ഇത് എന്തായിട്ടാണെന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. മുത്തി അകത്തേക്ക് കയറിയതും ഋഷി മനു മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഋഷിയെ കണ്ടതും മുത്തി ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. ഇതെന്നാ രണ്ടാളും കൂടെ എന്നോട് പറയാതെ? ഋഷി ദേഷ്യത്തിൽ ആദ്യയും മുത്തിയും മാറി മാറി നോക്കി. എന്റെ നേരെ ചാടിക്കടിക്കണ്ട. ഈ മുത്തിയാ ഏട്ടൻ പോകുന്നു അറിഞ്ഞപ്പോ തൊട്ട് എനിക്ക് ഋഷിക്കുണ്ടെ കാണണം പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നത്. മോനെ, നിന്നെ കാണാനായിട്ട് എന്നെ നെഞ്ചി വീങ്ങുമായിരുന്നേടാ. പിന്നെ ബാംഗ്ലൂര് മുത്തി കണ്ടിട്ടില്ലാത്തോണ്ട്. അങ്ങനെ വേണ? അപ്പൊ അതാണ് കാര്യം. മുത്തിയുടെ വായിൽ നിന്ന് അബദ്ധത്തിൽ സത്യം പുറത്തിയായിരുന്നു മനു പറഞ്ഞു. മോനെ ഋഷി, നീ അങ്ങ് ഉണങ്ങിപ്പോയാലാടാ ഒരു ദിവസം കൊണ്ട്. മുത്തി പെട്ടെന്ന് അടവ് മാറ്റി കളിച്ചു. ഋഷിയുടെ മുഖത്തും തലയിലും തലോടിക്കൊണ്ട് പറഞ്ഞു. അവനിവിടെ സുഖ ചികിത്സക്ക് വന്നല്ലേ കിളവി അതിന്. മനു പിറുവിറുത്തു. എന്താടാ നിന്ന് ചുണ്ണിന്റെ അടിയിലിട്ട് പിറുവിറിക്കുന്നത്? ഏയ് ഒന്നുമില്ല മുത്തേ, ഞങ്ങൾ തനുവിന്റെ വീട്ടിൽ പോയിട്ട് വന്നേയുള്ളൂ എന്ന് പറയായിരുന്നേ. എന്നിട്ട് അവള് വന്നോടാ മോനെ? പിന്നെ ഞങ്ങള് ചെല്ലാൻ കാത്തിരിക്കുന്നു. വിളിച്ചപ്പോഴേക്കും വന്നു. അടുക്കളയിൽ ചായ ഇടുന്നുണ്ട്, വിളിക്കട്ടെ? ആക്കിയതാണല്ലേ. മുത്തി അവനെ ഇരുത്തി നോക്കി. പോയി വിളിക്കുമ്പോഴേക്കും വരാൻ അവള് വിരുന്നു പോയിരിക്കല്ല, പിണങ്ങി പോയിരിക്കല്ലേ. അതും ചുമ്മാതല്ല, ഞാൻ പറയണ്ടല്ലോ ഒന്നും. ഞാൻ വിളിച്ച എന്റെ തനിമോള് വരും, എനിക്ക് ഉറപ്പുണ്ട്. മുത്തി ഋഷിയോടായി പറഞ്ഞു. പിന്നെ അങ്ങ് ചെന്ന് കേറിക്കൊടുക്ക്. സ്വന്തം ഭർത്താവ് വിളിച്ചിട്ട് വരുന്നില്ല, പിന്നെ ഓരോ ഉടക്കമത്തി അല്ല മുത്തി. ഇവനെ ഞാനിന്ന്. മനു പറഞ്ഞു. മുത്തി അവനെ നേർക്ക് ചീറ്റി. മോനെ ഋഷി, എന്നെ ഒന്ന് കൊണ്ടുപോടാ. ഞാൻ വിളിച്ച അവള് വരുന്നേ, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ വിളിച്ച എന്റെ മോൾക്ക് വരാണ്ടിരിക്കാനാവില്ല. മുത്തി ഋഷിയോട് കെഞ്ചി. അതേട്ടാ, ഞങ്ങളെ കണ്ട ചേച്ചി എന്തായാലും വരും, നമുക്കൊന്ന് പോവാന്നേ. ആദ്യം ഋഷിയുടെ കൈ പിടിച്ചുകൊണ്ട് അവനോട് കെഞ്ചി പറഞ്ഞു. നമ്മൾ ആര് വിളിച്ചാലും അവള് വരില്ല മുത്തി. ഋഷിയുടെ മിഴികളിൽ വേദന നിറഞ്ഞിരുന്നു. ഞാൻ പറയാം മോനെ അവളോട്, എന്റെ കുട്ടി വിഷമിക്കല്ലേ. മുത്തി അവനെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതൊന്നുമല്ല പ്രധാന പ്രശ്നം. എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. ഊഹം തെറ്റിയില്ല, മനുവാണ്. എല്ലാവരും അവനെ ചോദ്യഭാഗത്തിൽ നോക്കി. നമ്മളെല്ലാരും കൂടി ചെന്നാലും ആ സെക്യൂരിറ്റി കള്ള ബംഗാളി ഗേറ്റ് തുറന്നില്ലടാ, പിന്നെ എങ്ങനെ അകത്ത് കിടക്കും? മനുവിന്റെ ചോദ്യം കേട്ട ഋഷി തലക്കൈയും കൂടി സോഫയിലേക്ക് ഇരുന്നു. ആ തിരുവാ കുറച്ച് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാവോ പ്ലീസ്? ശ്രീ മനുവിനോടായി പറഞ്ഞുകൊണ്ട് ഋഷിയുടെ അടുത്തേക്ക് ചെന്നു. ഋഷി, യോൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഇവരിറക്കി നമുക്കൊരു കളി കളിച്ച് നോക്കിയാലോ? ശ്രീ ഋഷിയെ പ്രതീക്ഷയോടെ നോക്കി. ഞാൻ വിളിച്ചിട്ട് വരാത്തവളാണോടാ ഇവര് മര്യാദക്ക് വിളിച്ചിട്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ കളി മാറ്റി കളിക്കും. നമുക്ക് നോക്കാന്നേ. അതുമാണ് ശ്രീ തന്റെ പ്ലാൻ വിശദമായി പറഞ്ഞു കൊടുത്തു. ഋഷിയുടെ മുഖത്ത് നേരിയൊരു ആത്മവിശ്വാസം വിരിഞ്ഞു. ഇതുവല്ലോ നടക്കൂടെ? അവൻ ചോദ്യപാതിൽ ശ്രീയെ നോക്കി. അതിനല്ലേ നമ്മുടെ മുത്തിയെ കളത്തിലിറക്കി നമ്മൾ കളിക്കും. കിട്ടിയ ഊട്ടി അല്ലെങ്കിൽ ചട്ടി, നമ്മളിത് പൊളിക്കും. മനു ശ്രീയെ സപ്പോർട്ട് ചെയ്തു. മുത്തി എങ്ങനെ നന്നായിട്ട് അഭിനയിക്കില്ലേ? ശ്രീ സംശയഭാഗത്തിൽ എല്ലാവരെയും നോക്കി. ആദ്യം മോനി മുത്തിയെ കുറിച്ച് നന്നായിട്ട് അറിയാത്തതുകൊണ്ടാ. ദാ ഈ നിൽക്കുന്നമാരോട് ചോദിച്ചു നോക്ക് എന്റെ അഭിനയത്തെ കുറിച്ച്. ഭാവാഭിനയം. മുത്തി മുഖത്ത് പുച്ഛഭാവം നിറച്ച് ആദ്യ ഋഷിയെ ചൂണ്ടി കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ശ്രീ അപ്പോഴും ഒന്നും മനസ്സിലാവാൻ നിൽക്കുകയാണ്. അവന് ഈ ടിക്ടോക്ക് കഥകളൊന്നും അറിയില്ലല്ലോ. വിശ്വാസം ആയില്ലടാ ചെറുക്കാൻ നിനക്ക്. എന്നാ പിടിച്ചൊരൈറ്റം. ശ്രീയുടെ നിൽപ്പണിട്ട് മുത്തിക്ക് അങ്ങോട്ട് പെരുത്തി കയറി. പിന്നെ ഒന്നും നോക്കിയില്ല. അവന് മുന്നിൽ അവതരിപ്പിച്ചു ഒരു കിടിലൻ ഐറ്റം. ഉണ്ണി, എന്റെ ഉണ്ണി വന്നോ? ഈ അമ്മയെ കാണാൻ വന്നോ എന്റെ ഉണ്ണി? എത്ര കാലമായടാ നിന്നെ ഒരു നോക്ക് കാണാൻ ഈ അമ്മ കണ്ണിൽ മണ്ണെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്നു. അമ്മേ, വർഷങ്ങളായിട്ട് എന്റെ മനസ്സിൽ നേറിപ്പോകുന്നൊരു സത്യമുണ്ടമ്മേ. എന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചത്? മോനെ, നിന്റെ അച്ഛൻ തോർത്തുമെടുത്ത് തോട്ടിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ എന്ന ശബ്ദത്തോടെയാണ് മുങ്ങി മരിച്ചത്.
നിന്റെ അച്ഛന്റെ ചീഞ്ഞളിഞ്ഞ ഭൗതിക ശരീരത്തിൽ നോക്കി മഹാനായ കവി ജാസി ഗിഫ്റ്റ് ഇങ്ങനെ പാടി ശ്രീ എല്ലാവരെയും അന്നും വിട്ട് നോക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുഖത്ത് അവന്റെ അതേ ഭാവം. മനു അവനെ നോക്കി വല്ല കാര്യമുണ്ടോന്ന് കയ്യുയർത്തി ചോദിച്ചു. ഇതുപോലൊരു മുതലാണെന്ന് ശ്രീ സ്വപ്നത്തിൽ കൂടി പ്രതീക്ഷിച്ചിട്ടില്ല. അബദ്ധത്തിൽ ചോദിച്ചാണ് അഭിനയിക്കാൻ അറിയുമോ എന്ന്. ഈ തള്ള ഇത് കോളാക്കും ഓയിക്കോ. എന്തു നടി ഇതൊക്കെ? മനു ഋഷിയുടെ കാതിൽ പറഞ്ഞു. അപ്പോഴേക്കും മുത്തിയുടെ മോണാക്ട് കഴിഞ്ഞിരുന്നു. തലക്കൊരു തട്ടുകൊടുത്തപ്പോഴാണ് ശ്രീ ബോധത്തിലേക്ക് വന്നത്. മുത്തിയുടെ അഭിനയം കണ്ട് ചെറുക്കന്റെ ബാല്യവും കൗമാരവും വിജൃംഭിച്ചു പോയിരുന്നു. എങ്ങനെയുണ്ട്? മോണാക്ട് കഴിഞ്ഞ മുത്തി അഭിമാനത്തോടെ എല്ലാവരെയും മാറി മാറി നോക്കി. ഇങ്ങനെ അഭിനയിക്കണോ? ഇങ്ങനെ അഭിനയിച്ച അവിടുത്തെ പട്ടിക്കുട്ടി വരെ നമ്മുടെ കൂടെ പോരില്ല. ശ്രീ പറഞ്ഞു. ചുറ്റുള്ളവർ ചിരി അടക്കി പിടിച്ചു നിന്നു. തന്റെ അഭിനയ പാഠത്തിനേറ്റ പ്രഹരത്തിൽ മനന്നൊന്ന് അവന് നേർക്ക് കരിപ്പിലുക്കുകൾ തൊടുത്തിവിട്ട് മുത്തി പിണങ്ങിയും പോയി. വൈകുന്നേരമായപ്പോൾ എല്ലാവരും കൂടി വീണു തനുവിന്റെ വീണുമ്പിലെത്തി. നേരത്തെ പരിചയമുള്ളതുകൊണ്ടോ എന്തോ സെക്യൂരിറ്റി വാതിൽ തുറന്നു കൊടുത്തു. അന്താ ബയർ കിട്ടും കള്ള ബംഗാളി. മനിയാട് തലയിൽ തട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. കൂടെ മറ്റുള്ളവരും. ഋഷി മോനെ ഇതെന്താടാ കൊട്ടാരോ? തനുവിന്റെ വീട് കണ്ട് മുത്തിയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് നിറഞ്ഞു. മോനെ ഞാനൊരു ടിക്ടോക്ക് എടുത്തോട്ടെടാ, അടിപൊളി ലൊക്കേഷൻ. മുത്തി ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഈ തള്ള കോളാക്കുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? മനു ഋഷിയോട് പറഞ്ഞു. ഋഷി മുത്തിയുടെ അടുത്തേക്ക് വന്നു. പഠിപ്പിച്ചൊക്കെ ഓർമ്മയുണ്ടല്ലോ, ദയവ് ഇത് കൊളാക്കരുത്, എന്റെ അവസാനത്തെ പ്രതീക്ഷയാണ്. അവൻ തൊഴുതുകൊണ്ട് പറഞ്ഞു. എന്നാ 2 സെൽഫി എങ്കിലും എടുക്കട്ടെടാ മോനെ, കണ്ടിട്ട് കൊതിയാവുന്നടാ. വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാനാടാ മോനെ. മുത്തി നിഷ്കളങ്കമായി ഋഷിയെ നോക്കി. തുറഞ്ഞു, എന്റെ ജീവിതം തുറഞ്ഞു. അവന്റെ ഒടുക്കത്തൊരു ഐഡിയ. ഞാൻ അപ്പോഴേ പറഞ്ഞ ഇതിനെ കൊണ്ട് കെട്ടിയെടുക്കണ്ടെന്ന്. എനിക്കിപ്പോ സമാധാനം ഇല്ലേ? ഋഷി ദേഷ്യത്തിൽ സ്ത്രീയെ നോക്കി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി. കൂടെ മറ്റുള്ളവരും. അകത്തേക്ക് ചെന്ന് കയറിയപ്പോൾ തന്നെ കണ്ടു ചെറിയച്ഛനും രാഹുലും പിന്നെ വേറെയും കുറച്ച് പേര്. ചിലപ്പോൾ രാഹുലിന്റെ വീട്ടുകാരാവാം. അവരെ കണ്ടതും ചെറിയച്ഛന്റെയും രാഹുലിന്റെയും മുഖം വലിഞ്ഞു മുറുകി. എന്താടാ നിനക്ക് രാവിലെ കേട്ടൊന്നും പോരെ? പിന്നെയും നാണില്ലാണ്ട് വലിഞ്ഞേര് വന്നിട്ടുണ്ടല്ലോ. ഇനി എന്താണ് അടുത്ത പ്ലാന്? ചെറിയ ഋഷിക്കരികളായി വന്നിരുന്നുകൊണ്ട് അവനെ പുച്ഛഭാവത്തിൽ നോക്കി. അപ്പോഴേക്കും തനുവും താഴേക്ക് വന്നിരുന്നു. മുത്തിയെ ആദ്യമെല്ലാം കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഋഷിയുടെ മുഖത്തേക്ക് അവൾ മനഃപൂർവ്വം നോക്കിയില്ല. തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് നല്ലപോലെ അറിയാമായിരുന്നു. എന്തായാലും വന്നത് നന്നായി. ഞങ്ങൾ തനുമോളുടെ കല്യാണക്കാരൻ തീരുമാനിക്കുകയായിരുന്നു, അയാൾ എല്ലാവരോടുമായി പറഞ്ഞു. ഋഷിയുടെ മുഖത്തേക്ക് രക്തം വിരച്ചു കയറി. അവന്റെ കണ്ണുകൾ തനുവിൽ തറഞ്ഞു നിന്നു. അപ്പോഴേക്കും ചെറിയച്ഛനൊരു മുദ്രക്കടലാസുമായി ഋഷിയുടെ മുന്നിലെത്തിയിരുന്നു. എന്തായാലും ഇതുവരെ വന്നല്ലേ, മോന് ഞങ്ങളുടെ വക ഇതിരിക്കട്ടെ. അയാൾ നീട്ടിയ മുദ്രക്കടലാസ് വിറക്കുന്ന കൈകളോട് അവൻ വാങ്ങി. മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷനാണ്. ഒരാന്തരോട് അവനെതിരേക്ക് നോക്കി. പിന്നെ മിഴികൾ ഉയർത്തി തനുവിനെയും. അവന്റെ കണ്ണുകളിലെ തീക്ഷ്ണം നീണ്ടാനാവാതെ അവൾ നിന്നുരുകി. കണ്ടല്ലോ, ഡിവോഴ്സ് നോട്ടീസാ. വന്ന സ്ഥിതിക്ക് ഇനി ഒപ്പൊക്കെ ഇട്ട് ചായ കുടിച്ചൊക്കെ പതിയെ പോകാം എല്ലാവർക്കും. എന്തായാലും ഇവിടെ വരെ വന്നല്ലേ. ഗൂഢമായൊരു ചിരിയോടെ അയാൾ അവന് നേർക്ക് തന്നെ ദൃഷ്ടി അടിപ്പിച്ചു. പക്ഷെ അവന്റെ ചുണ്ടിൽ നിറഞ്ഞെന്ന് പുച്ഛമായിരുന്നു. കുറെ പണം മാത്രം ഉണ്ടായ പോരാ, കുറച്ച് വിദ്യാഭ്യാസം കൂടി വേണം ചെറിയ സാർ. കല്യാണം കഴിഞ്ഞ് 1 മാസം പോലും ചെയ്യാത്ത ഞങ്ങൾക്ക് ഡിവോഴ്സോ? മാമിന് ഈ നിയമത്തെ പറ്റി വലിയ ധാരണയില്ലല്ലേ. മുത്തി പോരുകോഴികളെ പോലെ നിൽക്കുന്ന ഋഷിയെയും ചെറിയച്ഛനെയും തങ്ങളെ തന്നെ നോക്കിക്കുന്ന തനുവിനെയും മാറി മാറി നോക്കി. പിന്നെ ചെറിയച്ഛന്റെ മുമ്പിലായി വന്നു നിന്നു. ഡിവോഴ്സിന് ഋഷിക്ക് സമ്മത, മുത്തി പറഞ്ഞു. തനു ഋഷി ഞെട്ടലോടെ അതുവരെ അവിശ്വസനീയതയോടെ അവരെ നോക്കി. ചെറിയച്ഛന്റെ ചുണ്ടിൽ മാത്രം ഗൂഢമായൊരു ചിരി വിരിഞ്ഞു. ഡാ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കളവി ഇത് കൊളാക്കുന്നു. എങ്ങനെയുണ്ട്? മുത്തിയുടെ ആസ്ഥാനത്തുള്ള ഡയലോഗ് കേട്ടതും മനു ഋഷിയുടെ ചെവിയിൽ കുശൂശിക്കുന്നുണ്ട്. അവനും ദയനീയമായി മുത്തിയെ നോക്കി. മുത്തിയാന്നും വാക്കാതെ നേരെ ചെറിയച്ഛന്റെ മുമ്പിൽ പോയി നിന്നു. ഡിവോഴ്സിന് ഋഷിക്ക് സമ്മത, പക്ഷേ മുത്തി പറഞ്ഞു നിർത്തിയതും എന്താണെന്നറിയാൻ ചുറ്റുള്ളവർ ആകാംക്ഷയോടെ ഉറ്റുനോക്കി. ഈ 6 മാസം താനും ഞങ്ങളുടെ കൂടെ നിൽക്കണം. കൃത്യം 6ആം മാസം ഡിവോഴ്സ് പേപ്പറിൽ ഋഷി സൈൻ ചെയ്യും. വാക്കാണ്. എന്തു പറയുന്നു? ചെറിയച്ഛൻ ഒരു വേള ശങ്കിച്ചെന്നെങ്കിലും ഡിവോഴ്സ് കിട്ടുമല്ലോ എന്ന് ആലോചിച്ച് മനസ്സിൽ 1000 വട്ടം കൂട്ടിയും കുറച്ചും നോക്കി. തനുവിന്റെ മനസ്സിൽ ഋഷിയെ കുറിച്ച് അത്രമേൽ വിഷം തെളിവടക്കം കുത്തിവെച്ചിട്ടുള്ള കാരണം അവൾ 6 മാസമല്ല 1 വർഷം കൂടുന്നാൽ ഇനി അവന് വിശ്വസിക്കില്ലെന്ന് അയാൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് നേരത്തെ കൂട്ടിയും കുറച്ചുള്ള ആലോചനയ്ക്ക് ശേഷം അയാൾ തനുവിന് നേരെ തിരിഞ്ഞു. അവര് പറഞ്ഞു കേട്ടല്ലോ, രാഹുലായിട്ടുള്ള കല്യാണം നീ വാക്കുന്നതാ. അതിനു മുന്നേ ഡിവോഴ്സ് നടന്നിരിക്കണം. അതിനവര് പറയുന്ന കണ്ടീഷൻ അനുസരിക്കണമെങ്കിൽ അങ്ങനെ. എന്താ നിന്റെ തീരുമാനം? ആളൊരു നിമിഷം എല്ലാവരെയും മാറി മാറി നോക്കി. മിഴികൾ അവസാനം തന്നെ പ്രതീക്ഷയോട് ഉറ്റുനോക്കുന്ന ഋഷിയിൽ തങ്ങി നിന്നു. എനിക്ക് തനുവിന്റെ ചുണ്ടുകൾ എന്തോ പറയാനൊരുങ്ങിയതും അവരെല്ലാം ആകാംക്ഷയോടെ അവളെ തന്നെ ഉറ്റുനോക്കി പ്രതീക്ഷയോടെ.
എല്ലാവരും തനുവിന്റെ മറുപടിക്കായി കാതോർത്ത് നിന്നു. ഋഷിയുടെ നെഞ്ചിരിപ്പ് കൂടി വന്ന് അവന് പോലും കേൾക്കാൻ പാകത്തിലായി. ചുറ്റുമുള്ളവരുടെ കണ്ണിലും ആകാംക്ഷ നിറഞ്ഞു നിന്നു. തനു എല്ലാവരെയും നോക്കി. പിന്നെ ചെറിയച്ഛന്റെ മുന്നിലായി വന്ന് നിന്നു. ഋഷി പ്രതീക്ഷയോടെ അവളെ നോക്കി. എനിക്ക് സമ്മതമല്ല, ഞാൻ വരില്ല. ഒരിക്കലും എല്ലാം ഉപേക്ഷിച്ച് പോന്നാണ്. ഇനിയൊരു തിരിച്ചുവരവ് അത് വേണ്ട. അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. ഇവളെ ഞാനിന്ന് ഋഷി നിന്ന് മുഷ്ടിയുരുട്ടി. പോയി അവിടെ മോന്തക്കിട്ടൊന്ന് കൊടുക്കടാ. അപ്പോഴവള് പറഞ്ഞോളും സമ്മതാണെന്ന്. ക്ഷമക്കൊരു പരിധിയില്ലേ? മനുകൂടെ പറഞ്ഞു. ഋഷിയുടെ ടെമ്പർ തെറ്റി. അവൻ പാഞ്ഞെന്ന് അവിടെ മുമ്പിലായി വന്ന് നിന്നു. ഉറപ്പാണോ? നീ വരില്ലേ? ഇല്ല, നിങ്ങളുടെ കൂടെ വരെ എനിക്ക് സമ്മതമല്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ വരില്ല. അതിനു വേണ്ടി ഇവിടെ ഇനി നിൽക്കണമെന്നില്ല. ഋഷിക്ക് അടിമുടി പെരുത്ത് കയറി. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? എന്നാ പിന്നെ ഡിവോഴ്സ് എന്ന സ്വപ്നം മോളങ്ങ് മറന്നേക്ക്. ഒരു കാലത്ത് ഞാൻ ഒപ്പിട്ടില്ല. ജീവിതകാലം മുഴുവൻ ഋഷിയമായ നിന്റെ ഭാര്യയായിട്ട് നീ കഴിഞ്ഞോ? എവിടെയാണെങ്കിലും മറ്റൊരു കല്യാണത്തിന് സമ്മതിക്കാമെന്ന് മോള് സ്വപ്നത്തിൽ പോലും ആശിക്കണ്ട. അതും പറഞ്ഞ അവൻ മറ്റുള്ളവരെ നേർക്ക് തിരിഞ്ഞു. എന്ത് നോക്കിക്കുക? അവളുടെ തീരുമാനം കേട്ടല്ലോ. ഇനി എന്തിനാ അവിടെ നിൽക്കുന്നത്? നമുക്കിറങ്ങാം. അവളുടെ ജീവിതം അവള് തന്നെ നശിപ്പിക്കട്ടെ. അതോർത്ത് ആർക്കും ഇനി വിഷമവും വേണ്ട. എവിടെ അവസാനിക്കട്ടല്ല. അവൻ ദേഷ്യം കൊണ്ട് നിന്ന് വിറച്ചു. ആൾ വരില്ലെന്ന് പറഞ്ഞ അത്രമേൽ അവനെ ചൊടിപ്പിച്ചിരുന്നു, വേദനിപ്പിച്ചിരുന്നു. അതും പറഞ്ഞ് അവൻ ഇറങ്ങിയതും മറ്റുള്ളവർ കൂടെ ഇറങ്ങാൻ വേണ്ടി തിരിഞ്ഞു. പിന്നിൽ നിന്ന് ചെറിയച്ഛന്റെ വിളി വന്നു. അവള് വരും, പക്ഷെ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. കൃത്യം 6-ാം മാസം. അല്ലെങ്കിൽ ഈ മാനവിന്റെ തനിരൂപം കാണും ഋഷഭ് മഹേന്ദ്രനും കൂട്ടരും വെച്ചേക്കിലൊന്നിനെയും. അതും പറഞ്ഞ അയാൾ തനുവിന്റെ നേരെ തിരിഞ്ഞു. ഇനി പറ, നിനക്ക് സമ്മതാണോ പോവാൻ? അയാളുടെ കണ്ണിലെ ക്രൂരത അവളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. അവൾ നിസ്സായതോടെ എല്ലാവരെയും ഒന്ന് മാറി മാറി നോക്കി. അയാൾ ധിക്കരിച്ചാൽ തന്നെ ഇനിയുള്ള ദിവസങ്ങൾ ക്രൂരമായിരിക്കുമെന്ന് അവൾക്കറിയാം. അവളുടെ മനസ്സിൽ അയാളുടെ ചാട്ടവാറടികൾ ഏറ്റുവാങ്ങുന്ന ഒരു നിസ്സഹായ പെൺകുട്ടിയുടെ ഓർമ്മ നിറഞ്ഞിരുന്നു. അവളുടെ മനസ്സിൽ ഭയം നിറഞ്ഞു. എനിക്ക് സമ്മതം, ഞാൻ പോവാം. ഇവന്റെ കൂടെ പോയി പൊറുക്കാനാണ് മോളുടെ തീരുമാനമെങ്കിൽ ഞാനൊരു വരവുണ്ടങ്ങ് കൊച്ചിയിലോട്ട് നിന്റെ മുന്നിലിട്ട് ഞാൻ തീർക്കവരെ. അതിനുള്ള ഇടവരുത്തരുത്. അതോർത്താ നന്ന്. അവരുടെ എല്ലാവരുടെയും ജീവൻ നിന്റെ കയ്യിലാണ്. ആ ഒരു ഓർമ്മ ഉണ്ടാവണം എപ്പോഴും എൻ്റെ മോൾക്ക്. വെറുതെ ഇവരുടെ ജീവിതം കൂടി നീയായിട്ട് നശിപ്പിക്കരുത്. അയാൾ തനുവിന് കേൾക്കാൻ പാകത്തിനായി പറഞ്ഞു. അവൾ അയാളെ ഭീതിയോടെ നോക്കിയിട്ട് അകത്തേക്ക് പോയി. ഋഷിയും കൂട്ടരും പുറത്തേക്ക് ഇറങ്ങി നിന്നു. എങ്ങനെയുണ്ട് എൻ്റെ പെർഫോമൻസ്? പൊളിച്ചില്ലേ? പൊളിച്ച് കിടുക്കി മുത്തേ. അയാൾ ഡിവോഴ്സ് പറഞ്ഞപ്പോ നമ്മുടെ പ്ലാൻ എല്ലാം തകർന്നെന്നാ കരുതിയത്. അപ്പോഴല്ലേ നമ്മുടെ മുത്തൂസ് കയറി ചെക്ക് വെച്ച് ഞാനങ്ങ് രോമാഞ്ച കഞ്ച കുഞ്ചിങ്ങനായി പോയി. മനു ആദ്യമായി മുത്തിയെ പൊക്കി പറഞ്ഞു. ഞാനൊരു നിമിഷം തകർന്നുപോയി. എല്ലാം കയ്യിന്ന് പോയില്ലെന്ന് ഓർത്ത്. എന്നാലും മുത്തി കിടുക്കി. അല്ലെങ്കിൽ നമ്മൾ പട്ടി ചന്തക്ക് പോയ പോലെ ആയനെ. ശ്രീയും മനുവിനെ പിന്താങ്ങി. നീ അല്ലേടാ തൊരപ്പാ പറഞ്ഞ് ഞാൻ അഭിനയിച്ച അവിടുത്തെ പട്ടിക്കുട്ടി പോലും പോരില്ലെന്ന്. എന്നിട്ട് എന്തായി? അഭിനയ പ്രതിഭകളെ ബഹുമാനിക്കാൻ പഠിക്കടാ ആദ്യം. സമ്മതിച്ചിരിക്കുന്നു. ഇന്നു മുതൽ ശിഷ്യത്വം സ്വീകരിക്കുന്നതാണ്. പ്രതിഭയല്ല, പ്രതിഭാസ നമ്മുടെ മുത്തൂസ്. ശ്രീമുത്തിയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുന്ന പോലെ കാണിച്ചു. ഇവനെന്താ ഇത് പട്ടിയെ എല്ലും കഷ്ടം കണ്ട പോലെ അകത്തോട്ട് നോക്കി നിൽക്കുന്നത്? അവൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? മനു ഋഷിയുടെ അകത്തേക്കും തലയിട്ട് ഏതി വലിഞ്ഞുള്ള നിൽപ്പ് കണ്ട് അവർ നേരെ തിരിഞ്ഞു. അപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഋഷി ഉള്ളിലേക്ക് തലവുക്കി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മുഖത്ത് നല്ല ടെൻഷനുണ്ട്. ഇതെല്ലാം കൂടെ എന്റെ നെഞ്ചത്തോട്ട് കയറാമെന്ന ചാവിട്ടിക്കൂട്ട് ഞാൻ പറഞ്ഞേക്കാം. ഋഷി അവന് നേരെ ചീറി. ഇത് നല്ല കൂത്ത്. പാലം കടക്കുവോളം ആഹാ, കടന്നപ്പോ ഓഹോ, ഇത് നല്ല കളിയാണല്ലോ. മുത്തിയും മനുവിനെ സപ്പോർട്ട് ചെയ്തു. പെണ്ണു പോയെന്നും പറഞ്ഞ് കരഞ്ഞു കൂകി നടന്നവനാ. തിരിച്ചു വന്നപ്പോ കിടന്ന് ചീർന്നണ്ടില്ലേ? മുത്തിയില്ലെങ്കിൽ കാണായിരുന്നു. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കടാ അവന്. നീ വാടാ മനു, നമുക്ക് പോയി 2 സെൽഫി എടുക്കാം. അവൻ ഇവിടെ നിന്ന് നോക്കി വെള്ളം ഇറക്കട്ടെ. ഇനി ഇതുപോലെ ലൊക്കേഷൻ കിട്ടില്ല മോനെ. കാമോൺ എവരിബഡി. മുത്തി ഋഷിയെ നോക്കി കൊഞ്ഞനും കുത്തി. മനുവിനെ ആദ്യം ശ്രീയും വിളിച്ച് ഗാർഡനിൽ പോയി അവിടെ ഇരുന്ന് കിടന്ന് ഓടിയും ചാടിയും ആടിയും പാടിയും എല്ലാം സെൽഫി എടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഇത് എന്ത് മുതലാണെന്ന രീതിയിൽ അന്തം വിട്ട് അവിടുത്തെ പണിക്കാരും. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഡ്രസ് ചേഞ്ച് ചെയ്ത് കയ്യിലൊരു വലിയ ബാഗുമായി തന്നെ പുറത്തേക്ക് വന്നിരുന്നു. ഋഷിയുടെ അടുത്ത് വന്നതും അവൾക്ക് നേരെ കൈ നീട്ടി. തന്നെ കൈ പിടിച്ചണക്കാനല്ല ഞാൻ വന്നത്. 6 മാസം ആ കരാറ് മറക്കണ്ട. കൂടുതലൊന്നും വരും വേണ്ട. അതിന് ആര് നിന്റെ കൈ ചോദിച്ചു? നല്ല പൂതിയാണല്ലോ പെണ്ണിന്. അല്ലെങ്കിൽ ആർക്ക് വേണ ഉണക്ക കൈ? ഞാനേ ബാഗിനെ കൈ നീട്ടി കേട്ടല്ലോ. വളധികം നകളിക്കല്ലേ. താഴ്ന്നു വരുമ്പോ തലയിൽ കയറുന്നു. ഋഷി പറഞ്ഞപ്പോൾ ഒന്ന് ചമ്മിയെങ്കിലും അവൾ വീണെടുത്ത് കിടന്ന് ഒന്നുകൂടി ഉരുണ്ട്. എന്റെ ബാഗ് പിടിക്കാൻ എനിക്കറിയാം. തന്റെ ഔദാര്യം എനിക്ക് വേണ്ട. അത് കേട്ടതും അവനങ്ങ് പെരുത്തു വന്നു. അവളുടെ അടുത്തേക്ക് നീങ്ങി ഇടുപ്പിൽ കൈമുറുകി തന്നോട് ചേർത്ത് നിർത്തി. അവളുടെ പിടക്കുന്ന മിഴികളിലേക്കും വിറക്കുന്ന ചുണ്ടുകളിലേക്കും നോക്കി ഒരു വേള നിന്നു. അതെ, ഈ ഏടോ പോടോ എന്നൊക്കെ തന്റെ ചെറിയച്ഛനില്ലേ, ആ പരട്ടക്കളവൻ, അവനെ വിളിച്ചോണം. ഋഷിയെന്നല്ല വല്ലതും ഞാൻ കേട്ടാ നീയാണ് സത്യം. ശ്വാസം എടുക്കാൻ പോലും പറ്റില്ല കേട്ടല്ലോ. ഇനി പറയാൻ ഇടവരുത്തരുത്.
അവളുടെ അതിരത്തിൽ നോക്കി പറഞ്ഞുകൊണ്ട് ഇടുപ്പിൽ മുറുകിയ കൈകൾ പതിയെ അയച്ചു കൊടുത്തു. ഡോ താൻ! അവളെന്തോ പറയാനായി പോയത് മനു അങ്ങോട്ട് വന്നു. ഡാ എന്താ ഇവിടെ? സൂചി കുത്താൻ ഇടങ്ങിട്ട് തൂമ്പെടുത്ത് കിടക്കണം കേട്ടതോ. മനുഷ്യനായ ആർത്തി പാടില്ല. ഫോട്ടോ സെഷനിലാൻ കഴിഞ്ഞെത്തിയ മനു അവിടെ നിൽപ്പേണ്ട അന്തം വിട്ട് നിൽപ്പാണ്. ഞാനല്ല, ഇയാളാ. തന് ദേഷ്യത്തിൽ പറഞ്ഞോട്ട് ഋഷിയെ നോക്കി. മോള് ചേട്ടൻ പറഞ്ഞ മറന്നില്ലല്ലോ, തരട്ടൊരെണ്ണം. ഋഷി വല്ലാത്തൊരു ഭാവത്തോടെ അവളെ നോക്കി. എന്താടാ ഋഷി അവൾക്ക് മാത്രം കൊടുക്കുന്നേ? എനിക്കും കൂടെ താടാ. ഋഷി പറഞ്ഞു കേട്ട് വന്ന മുത്തി പറഞ്ഞു. നിങ്ങൾക്കുള്ള തരാൻ ഞാൻ നാട്ടിലൊരു കിളവനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒന്ന് എത്തിക്കോട്ടെ, കെട്ടിച്ചു തരാൻ ഞാൻ. സത്യം പരമാത്രം? മൂത്തിക്ക് സന്തോഷായി മോനെ. കുളുവിലും മണാലിയിലും ഹണിമൂൺ ട്രിപ്പ് എന്റെ സ്വപ്ന ഋഷിക്കുട്ട. ഇത് ഞാൻ പൊളിക്കും, തകർക്കും, കിടക്കും. മുത്തി എന്തൊക്കെ ആലോചിച്ച് ചിരിച്ച് തലയാട്ടി ചാടിത്തുള്ളി മുന്നോട്ട് നടന്നു. എന്തോന്നിട ഇത്? ആ പോയ സാധനം കടിക്കോ? മനു ഋഷിയെ നോക്കി കൈമലർത്തി കാണിച്ചു. കിളവിക്ക് പ്രേമമുത്ത് ഭ്രാന്തായതാ. ഇനിയൊരു രക്ഷയില്ല, കെട്ടിച്ചു വിട്ടേക്കാം. തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.